എസ്റ്റേറ്റ് മാനേജർ എവിടെയെന്ന്. അവനെയും കൊണ്ട് എന്റെ മുന്നിൽ വന്നാ മതിയെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത്. ഈ നിസ്സാരമായ ജോലി പോലും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാടെ വിഷ്ണു? അമ്മേ, ഞാനെല്ലാം പറയാം. എന്തു പറയാ? അമ്മേ, എസ്റ്റേറ്റ് മാനേജർ ഞാൻ. അതെ അതെ അതെ, അവനെ ആശാൻ തന്നെ കണ്ടുപിടിക്കും, ഉറപ്പാ. അവൻ അത്രയ്ക്ക് ഞങ്ങളെ വലച്ചു കളഞ്ഞു സത്യമേ. അതുകൊണ്ട് ആശാൻ അതൊരു വാശിയായിട്ടെടുത്തിരിക്കുക. ഊണും ഉറക്കം കളഞ്ഞിട്ടാണേലും അവനെ തൂക്കുമെന്നാ പറയുന്നത്. അതിന്റെ പരക്കം പാച്ചിലായിരുന്നു ഞങ്ങളിന്നേ. അതാ തിരിച്ചു വരാൻ ഇത്ര വൈകിയത്. എന്ത് കഷ്ടമാണെന്ന് നോക്ക്. എന്നിട്ട് അവന്റെ പേരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ? വിശ്വംഭരൻ, അതാ അവന്റെ പേര്. വിശ്വംഭരനോ? അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ പരിചയമുള്ളതായിട്ട് പോലും ഓർമ്മയില്ലല്ലോ. പേരിലൊന്നും വലിയ കാര്യമില്ലേ സത്യമേ. പലയിടത്തും പല പേരാ പറഞ്ഞിരിക്കുന്നു. അറിഞ്ഞത് വെച്ചാവും പലരുടെ പേരും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ചിലയിടത്ത് പറയും സത്യാമ്മയുടെ ആളാന്ന്, വേറെ ചിലയിടത്ത് പറയും വിഷ്ണു ആശാന്റെ ആളാന്ന്. എന്തിനു പറയുന്നു, ചിലരോട് അവൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നതേ രാഘവൻ സാറിന്റെ സ്വന്തം ആളാണെന്നാ. എന്റെയോ? അവൻ ആള് കൊള്ളാലോ. എവിടെ അവന്റെ ഈ റബ്ബർ എസ്റ്റേറ്റ്? ആ പൂട്ടിപ്പോയ ആ പഴയ കൽപ്പന തിയേറ്ററില്ലേ, അതിന്റെ സൈഡിൽ കൂടെ കിടക്കുന്ന റോഡ് നേരെ ചെന്നെത്തുന്നത് ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിലാ. ശരി, അത് മനസ്സിലായി. അവിടെ ഉണ്ടോ അവനിപ്പോ? അതല്ലേ രസം. അവൻ മുങ്ങിക്കളഞ്ഞു. മുങ്ങിയെന്നോ? മുങ്ങി. സത്യഭാമ അന്വേഷണം തുടങ്ങിയെന്ന് കേട്ടപ്പോഴേ അവൻ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു കാണും. അതെ, അതന്നെ. അവൻ ഈ മൊബൈലൊന്നും ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ എപ്പോഴേ നമ്മൾ അവനെ പൊക്കിയാനേന്നറിയൂ. പക്ഷെ സാരമില്ല, വിഷ്ണുആശാന്റെ ബന്ധങ്ങൾ വെച്ച് അവനെ ഉടനെ പൊക്കാനുള്ള വല വിരിച്ചിട്ടുണ്ട്. അവൻ രക്ഷപ്പെടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ശരി. അല്ല, നിനക്കെന്തോ ഒരു വല്ലായ്മ പോലെ. ഇത്രയും നേരം വിശ്വംഭരനെ നോക്കിയുള്ള ഓട്ടത്തിലായിരുന്നില്ലേ സത്യാമ്മേ? അതിന്റെ ഒരു ക്ഷീണമാ. ഒന്ന് നന്നായി ഉറങ്ങിയ എല്ലാം മാറും. ശരി, എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വാ. വിശ്വംഭരൻ മുങ്ങിയത് കുളത്തിലോ കായലിലോ കടലിലോ എവിടെയാണെങ്കിലും അത് വറ്റിച്ച് സത്യഭാമയുടെ കാൽ ചുവട്ടിൽ എത്തിച്ചിരിക്കണം, ഉടൻ തന്നെ. ഇനി അത് കഴിഞ്ഞു മതി ബാക്കി ജോലികളൊക്കെ. മനസ്സിലായോ? പൊന്നി, ഭക്ഷണം എടുത്തു വയ്ക്ക്. പ്രണയമില്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആണിനോടൊപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്യോ? അവന്റെ കൂടെ ഒരു രാത്രി ഒരു ഹോട്ടൽ റൂം പങ്കുവെക്കാൻ ധൈര്യപ്പെടുവോ? ഒരിക്കലുമില്ല. എടി, നിങ്ങൾ പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാനുള്ള ഒരു വേസ്റ്റ് പേപ്പർ മാത്രമാണോ ആണുങ്ങളുടെ ജീവിതം? വിഷ്ണുട്ടാ, നീ പറഞ്ഞതുപോലെ അവളുടെ പേരിലുണ്ടായ കളങ്കമാണ് പ്രശ്നമെങ്കിൽ അത് തിരുത്താൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായില്ല അവള്. ഏതായാലും അവൾക്കൊരു പക്ഷെ എളുപ്പം മറക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എനിക്കൊരിക്കലും അതിന് സാധിക്കില്ല പ്രീതി. ഞാൻ അന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കാം. വിഷ്ണുവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ശാലിനി മാത്രമായിരിക്കും. ശാലിനി മാത്രം. ഈശ്വരാ.
പുനി നിന്നെ. ഇത് വാങ്ങിക്കൊണ്ട് വരണം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ശരി കുഞ്ഞെ. പിന്നെ ഈ വിവരം വേറെ ആരും അറിയരുത്. ഇല്ല കുഞ്ഞെ. ഈശ്വര, ഇത് സത്യമാവരുതേ. എന്താടി ഉറക്കം തെളിഞ്ഞില്ലേ ഇതുവരെ? അയ്യോ, എന്തു പറ്റി? സുഖമില്ലേ നിനക്ക്? പനി പിടിച്ചു ശാരികേച്ചി. നല്ല പനിയുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും പോണ്ട ചേച്ചി. ആ ഡ്രോ തുറന്ന് ടാബ്ലറ്റ് ഇങ്ങെടുത്ത്. ഇനിയിപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ മാറിക്കോളും. ഇന്നലത്തെ മഴ മുഴുവൻ നനഞ്ഞതല്ലേ? പോരാഞ്ഞിട്ട് 1-2 ദിവസമായിട്ട് ജലപാനോ ഇല്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് പനിയൊന്നും വന്നിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ജോലി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ സമാധാനം. നമുക്കാവുമ്പോ ആരോഗ്യമുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാം. ഇനി ആ ചായങ്ങി തന്നെ ചൂടായിട്ടൊന്ന് കുടിച്ചു നോക്കാം. ശാരിക വന്നില്ല, വീട്ടിലുണ്ട്. ഓ, ചായ എടുക്കട്ടെ സാർ? അല്ല വേണ്ട. രാജീവ് സാറാണല്ലോ. എടുത്ത് സംസാരിക്കേച്ചി. ആ സാർ, നമസ്കാരം. ശാരികയെ, ഇയാള് വീട്ടിലുണ്ടല്ലോ? ഉണ്ട് സാർ. ഒന്ന് പുറത്തേക്ക് വരാമോ? ഞാൻ ഹോട്ടലിന് മുന്നിലുണ്ട്. വരാം സാർ. എന്താ ചേച്ചി? സാറിനൊന്ന് കാണണമെന്ന്. ആള് മുറ്റത്ത് നിൽപ്പുണ്ട്. എന്താ സാർ? എനിക്ക് പറയാനുള്ള കാര്യം താൻ ശ്രദ്ധിച്ചു കേൾക്കണം. ചെറിയൊരു വിഷയമുണ്ട്. നീ ഉടൻ കല്യാണം കഴിക്കോ ഇല്ലയോ? സമ്മതമാണെങ്കിൽ ഇപ്പൊ പറയണം. ഇപ്പൊ ഈ നിമിഷം. ഇപ്പൊ
തലപൊക്കി നിൽക്കുന്ന ഈ കുടുംബശ്രീ ഹോട്ടല് കെട്ടിപ്പൊക്കാൻ കല്ലും കട്ടയും ചുമന്നത് ഈ ശാരിക മോള് മാത്രമാ. ഒരുപാട് കണ്ണീര് കുടിച്ചവളാ എന്റെ മോള്. ഈ കല്യാണത്തോടെ അതിനൊരു അറുതിയായെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ശരി, കല്യാണത്തിന് എനിക്ക് സമ്മതം. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞ ശാരികേച്ചി രാജീവ് സാറ് തന്നെ വിവാഹം ചെയ്യണം. അത് വാക്കാണല്ലോ. വാക്ക്. ആഹാ, ആരാ ഇത്? ശാലിനിയോ? ഇതെപ്പോഴും എവിടെ എത്തിയത്? ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. അതുപോലെ നിങ്ങളും പാലിക്കണം. തീർച്ചയായും. എന്താ ഈ വാക്ക് പറയലൊക്കെ? എന്തിനാ ശാലിനി ഇവിടെ വന്നത്? അതെ, അത് അവള് ഞങ്ങള് പോകുന്നു എന്നറിഞ്ഞ് യാത്ര പറയാൻ വന്നതാ. സംഭവിച്ചതിലൊക്കെ ഇപ്പൊ അവൾക്ക് ഖേദമുണ്ടത്രേ. ആ, ഇനിയിപ്പൊ ഖേദിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യാനാ? അതല്ലേ എന്തോ വാക്ക് തരുന്നൊക്കെ കണ്ടല്ലോ. ഓ അതോ, അതാ ഗുണ്ടേ കൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലാന്ന് വാക്ക് പറഞ്ഞതാ. ആ, നമ്മുടെ ഭാഗത്തുനിന്നും പോലീസോ കേസോ മറ്റു പ്രശ്നങ്ങൾക്കോ പോവില്ലാന്ന് ഞാനും പറഞ്ഞു. കേസായ നാറുന്നത് പെണ്ണിന്റെ പേരാണല്ലോ. അതാ അവളിപ്പോഴി ഓടിപ്പടച്ച് വന്നത്. എന്താ വേണ്ടത്? സാറേ, ഒരു മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ്. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു, പ്ലീസ്. എന്താ കാര്യം എന്ന് വെച്ചാ പറ. രാജീവ് സാറിന്റെ അമ്മയോട് അമ്മാവനോടാ എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു 2 മിനിറ്റ് മതി. ഓ, ഇനി എന്ത് സംസാരിക്കാൻ? ആ, അതൊക്കെ നീ അവിടെ തന്നെ പ്രവർത്തിച്ച് കാണിച്ചതാണല്ലോ. പ്ലീസ് അമ്മാവ, മാപ്പാക്കണം. ക്ഷമിക്കാനാവാത്ത തെറ്റാ ഞാൻ ചെയ്തത്. അതിന് പ്രായച്ചിത്തമായിട്ട് നിങ്ങളുടെ 2 പേരെയും കാലി വീണ് മാപ്പിരക്കാൻ തയ്യാറാ ഞാൻ. എന്നോട് എന്തായി കാണിക്കുന്നേ? അങ്ങോട്ട് മാറിയിക്കേ.
സാറേ, തെറ്റുപറ്റിയെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോ സാറിന്റെ മുന്നിൽ മനസ്സുകൊണ്ട് 1000 വട്ടം ഞാനത് ചെയ്തു കഴിഞ്ഞതാ. അതുകൊണ്ടൊന്നും ഉള്ളിലെ ദേഷ്യം അടങ്ങില്ലെന്ന് എനിക്കറിയാം. സാറ് വേണമെങ്കിൽ ഇനി എന്നെ അടിച്ചോ, മനസ്സിലെ പകയും ദേഷ്യം അടങ്ങുന്നവരെ എന്നെ അടിച്ചോ, എന്തു വേണമെങ്കിൽ ആവശ്യപ്പെട്ടോ. പ്രായശ്ചിത്തമായിട്ട് എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ശാരികയായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് രാജീവ് സാർ പിന്മാറരുത്. സാറിന് വേറെ വിവാഹം ആലോചിക്കരുത്. അമ്മാവന് പ്ലീസ്, ഒരു അപേക്ഷയാണ്. സാറ് ശാരികയെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടല്ലേ? ആ കുട്ടിയെ മറന്നൊരു ജീവിതത്തെ കുറിച്ച് സങ്കല്പിക്കാനാവോ സാറിന്? സാറേ, എന്നെ പോലെ ഒരു വിവരദോഷിക്ക് ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാനാവുന്നതാണോ ആ ബന്ധവും ദൃഢനിശ്ചയൊക്കെ? പ്രണയിക്കുന്നവരുടെ മനസ്സും അവരുടെ വേദന എനിക്കറിയാം സാർ. സാറിന് എന്റെ നെഞ്ചി കൈവച്ച് ആത്മാർത്ഥത്തോടെ പറയാൻ പറ്റുമോ ശാരിക അങ്ങനെ ഒരു നിമിഷം കൊണ്ട് മറന്നു കളയാൻ പറ്റുമെന്ന്? ഇനി ഒരിക്കലും ഓർമ്മിക്കാതിരിക്കത്തക്ക വിധം മനസ്സിന് തൂത്തു തുടച്ച് കളയാൻ പറ്റുമോ സാറിന് ആ കുട്ടിയെ? മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മനസ്സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ സാറിന്? ഇനി ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും പറ്റില്ല സാറേ. പറ്റുമെന്ന് നമുക്കൊക്കെ വെറുതെ തോന്നുന്നതാ. എന്നെക്കാളും പഠിപ്പും വിവരമുള്ള സാറ് എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സാറ് പറയേ, എന്ത് കേൾക്കാനും ഞാനിവിടെ തയ്യാറാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിനിങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. അയ്യോ സാറേ, ഞാനാണ് സാറിനോട് താങ്ക്സ് പറയണ്ടേ ഇതിനിങ്ങനെ ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാക്കിയത്. ഈ താങ്ക്സ് എന്റെ അമ്മയുടെ അമ്മാവന്റെയും കണ്ണു തുറപ്പിച്ചെന്നാ വിഷ്ണു. എനിക്ക് പറയാൻ സാധിക്കാതിരുന്ന കാര്യങ്ങൾ അവർക്ക് മുന്നിൽ താൻ തുറന്നു പറഞ്ഞു. എന്റെ ശാരി എനിക്ക് മടക്കി തന്നു. ഒരിക്കലും ഞാൻ മറക്കില്ല ഉപകാരം, ഒരിക്കലും. സന്തോഷം. ഇനി സാറിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. സാർ അതനുസരിക്കണം. ഇയാള് പറഞ്ഞോ, എന്താണേലും ഞാൻ അനുസരിക്കാം. അത് സാറേ, ഞാനിവിടെ വന്ന് ഇക്കാര്യം സംസാരിച്ചതും ഇതിങ്ങനെ ആയതും ശാലിനി അറിയരുത് ഒരിക്കലും. ഷുവർ. ഒന്നിനെ കൊന്ന് മറ്റൊന്നിനെ വളർത്താനാണോ ഈശ്വര എന്റെ വിധി? നീ ജില്ലാ കളക്ടറായി ഗോപാലേട്ടന്റെ മുന്നിലൂടെ പോലീസ് അകമ്പടിയോടെ പോകുന്നത് ഗോപാലേട്ടൻ കണ്ണുമിഴിച്ച് കാണണം മോളെ. അപ്പോഴേ ഈ ശാരദ വിജയിക്കും. അമ്മ ഉറപ്പിച്ചോ, എല്ലാ അഗ്നി പരീക്ഷകളെയും ഈ ശാലിനി ഇനി അതിജീവിക്കും. ഈശ്വര, പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണല്ലോ. ഇനി എന്ത് ചെയ്യും?
കുഞ്ഞെ, അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്താ മോളോടൊരു കാര്യം ചോദിക്കാൻ അച്ഛൻ വിളിച്ചതേ. മോൾക്ക് പക്ഷേ പഠിത്തം അധികമുണ്ട്. മൾട്ടിനാഷണൽ കമ്പനി ജോലി. നോക്കുമോളെ, നോക്കൂ. ഇഷ്ടപ്പെട്ടോ? സാരമില്ലമ്മേ, അമ്മയ്ക്ക് ഇഷ്ടമായ നമുക്ക് ആലോചിക്കാം. കണ്ടത് വെച്ച് നല്ല ഐശ്വര്യമുള്ള പയ്യനാ തിരുമേനി. നമുക്കിത് ആലോചിക്കാം. എന്നാ ശരി. ഇപ്പോഴത്തെ സൗകര്യങ്ങളെ പണ്ടാണെങ്കിൽ ചെക്കന്റെ ഫോട്ടോ വീട്ടിൽ പോയി വാങ്ങണം, കൊണ്ടുവന്ന് കാണിക്കണം. സമയനഷ്ടം എത്രയാന്നാ. ആ ചെറുക്കൻ അമേരിക്കയിലാ ജോലി. വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയില് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ശമ്പളം ഡോളർ വെച്ച് കണക്ക് കൂട്ടിയാൽ വലിയൊരു തുക വരും. കെട്ടുകഴിഞ്ഞ് പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകാനാ ചെക്കന്റെ പ്ലാൻ. പയ്യന്റെ വല്യമ്മാവനെ എന്റെ അടുത്തൊരു ചങ്ങാതിയാ. ഞാൻ അയാളോടൊന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ തന്നെ തീരുമാനം അറിയാലോ. അമേരിക്കയിൽ ജോലിയുള്ള പയ്യനോ? അപ്പൊ അവളങ്ങ് രക്ഷപ്പെട്ടു പോവുമല്ലോ. ഇത് കഴിയുമ്പോ ശാരികയും രാജുവുമായുള്ള കല്യാണം നടക്കും. അങ്ങനെ വന്ന ആ വീടും സ്ഥലമൊക്കെ കിട്ടുമെന്ന് കരുതി ഞാനും രാജേശ്വരി ഇത്രയും കാലം വെള്ളം കോരിയത് വെറുതെ ആവുമെന്നർത്ഥം. ഓക്കേ, അമ്മാവനുമായി സംസാരിച്ചു. നിങ്ങൾ എനിക്കറിയാവുന്ന കുടുംബവും കൂട്ടരാണെന്ന് അറിഞ്ഞപ്പോ അവർക്കും താല്പര്യമുണ്ട്. പെണ്ണ് കാണാൻ നാളെ വരാമെന്നാ പറഞ്ഞത്. എന്താ തടസ്സം എന്തെങ്കിലും ഉണ്ടോ? നാളെ എന്ത് തടസ്സം തിരുമേനി? നാളെ തന്നെ വന്നോട്ടെ. എത്രയും പെട്ടെന്ന് നടക്കണം കാര്യങ്ങള്. എന്നാ അങ്ങനെ ആവട്ടെ. സമയം തീരുമാനിച്ചിട്ട് ഞാൻ ഉടനെ വിവരം പറയാം. പെണ്ണ് കാണൽ ചടങ്ങിന് ഞാനും എത്തിക്കോളാം സമയത്തിന്. വളരെ സന്തോഷം തിരുമേനി. ഒരുപാട് നന്ദിയുണ്ട്. എന്താ ഇത് ശാരദാമ്മേ, 2 പെൺകുട്ടികളുടെ മംഗല്യത്തിന്റെ കാര്യമല്ലേ? അതിന് എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നാ ഞങ്ങളങ്ങോട്ട്. സന്തോഷമായി പൊക്കോളൂ ശാരദാമ്മേ. ആ ജാതകം ഇഞ്ഞു തരിക. പയ്യന്റെ ജാതകവുമായിട്ട് ഒത്തു നോക്കാമല്ലോ. പക്ഷേ ആ ജീവിതത്തിലാ ശരിക്കുള്ള സുഖം. സത്യം പറഞ്ഞ ഇതൊക്കെ ഞാൻ അമ്മയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുണ്ടോ? ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും. എല്ലാം ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി മാത്രം. പക്ഷെ ഒരു കല്യാണം നടന്ന നിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ മോളെ നിനക്ക് മാറ്റി വെക്കേണ്ടി വരുന്നത്? അല്ലെങ്കിലും ഈ IAS ഒന്നും നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യമല്ലമ്മേ. ഞാൻ എന്റെ സ്വപ്നത്തിന് പിന്നാലെ പോയാ പാവം ശാരികേച്ചിയുടെ ജീവിതവും ആഗ്രഹങ്ങളും തകർന്ന് തരിപ്പണമാവുന്നത്. ഞങ്ങള് 2 പേരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു തുലാസിൽ വെച്ചാലേ ശാരികേച്ചിയുടെ തട്ടേ താഴ്ന്നിരിക്കും. ഇക്കാലം അത്രയും നമ്മുടെ വീടിന് വേണ്ടി ജീവിച്ച ആ സാധുവിന്റെ സന്തോഷം അത് നിഷേധിക്കുന്നതേ നീതിയല്ല. പഠിക്കാൻ മിടുക്കിയായിരുന്നിട്ടും ശാരികേച്ചി എന്തിനാ സ്കൂള് കഴിഞ്ഞപ്പോഴേ പഠിത്തം അവസാനിപ്പിച്ചേ? അമ്മയെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല, 3 കുട്ടികളുടെ പഠന ചെലവ് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയായിരുന്നു. അന്ന് ശാരികേച്ചി അങ്ങനെ ഒരു ത്യാഗം ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെയും ശ്യാമയുടെയും പഠിത്തവും സ്വപ്നവും ഒക്കെ എന്നേ കൂമ്പടഞ്ഞു പോയേനെ. അതുകൊണ്ട് എന്റെ ഈ തീരുമാനം ചേച്ചിക്ക് നൽകുന്ന ഒരു പ്രത്യുപകാരം. പിന്നെ എനിക്കൊരു മാപ്പ് പറയാനുള്ളത് എന്റെ അമ്മയോട് മാത്രം.
ഗോപാലകൃഷ്ണനോടുള്ള പകരം വീട്ടല് കൂടിയായിരുന്നു ഞാൻ കളക്ടർ ആവുന്നത്. അത് പക്ഷെ ഇങ്ങനെയായി പോയിന്ന് മാത്രം. ആ പക്ഷെ സാരമില്ല, അമ്മയുടെ 3 മക്കളിൽ ഏതെങ്കിലും ഒരാൾ കളക്ടർ ആയ പോരെ. നമുക്കേ ശ്യാമയോട് കബഡിയും കരാട്ടയൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറയണം. എന്റെ അനിയത്തെ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാ അവളെ കൊണ്ടും സാധിക്കും സിവിൽ സർവീസ് നേടിയെടുക്കാൻ. ഏതായാലും എനിക്കൊരു കല്യാണം വേണ്ടതല്ലേ ചേച്ചി. പിന്നെ വേറൊരു രീതിയിൽ ആലോചിക്കുമ്പോ ശാരികേച്ചിയുടെ കോളേജ് ലെക്ചറേക്കാളും മിടുക്കനായിരിക്കും അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ശമ്പളവും കൂടുതലുണ്ടാവും. അപ്പോ അങ്ങനെ ഒരാളെ കിട്ടുന്നതിലുള്ള കുശുമ്പല്ലേ ചേച്ചി ഈ ബന്ധം എതിർക്കുന്നേ? ശാലിനി, എന്റെ അമ്മേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിങ്ങളൊക്കെ ഇങ്ങനെ നിക്കാതെ പെണ്ണിനെ ഒരുക്കാൻ നോക്ക്. അതെ, പെണ്ണി ഞാൻ തന്നെയാ. വാ വാ, പെട്ടെന്നാവട്ടെ വാ. ശാരദാമേ, ശാരദാമേ. കണിമംഗലം തിരുമേനി വന്നെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ എന്തായി നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ പെട്ടെന്ന്. നല്ല വെടിച്ചില്ലായിട്ട് ഒരുക്കണം കേട്ടോ. അമേരിക്കൻ ചെറുക്കനെ കാണുമ്പോഴേ വീഴണം. മനസ്സിലായല്ലോ? നമസ്കാരം തിരുമേനി. നമസ്കാരം. വന്നാട്ടെ. ചെറുക്കനും കൂട്ടരും ഇനി എത്തിയില്ലെന്ന് തോന്നുന്നു. വണ്ടിയൊന്നും മുറ്റത്ത് കാണുന്നില്ലല്ലോ. അത് അവര് തിരുമേനിക്കൊപ്പം എത്തുന്നാ ഞാൻ കരുതിയത്. ക്ഷേത്രത്തിൽ ചില വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നുകൊണ്ടാ ഞാൻ അല്പം വൈകിയത്. അവർക്ക് ശാരദാമ്മയുടെ നമ്പർ ഞാൻ കൊടുത്തതാണല്ലോ. കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തത് ചെറുക്കന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന അവര് പറയുകയും ചെയ്തതാ. 10 മണിക്ക് എത്തുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ സമയം 10:45. ശരി ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ വലിയ അടുപ്പക്കാരനാ പയ്യന്റെ വല്യമ്മാവനെ. എന്താ തിരുമേനി, എപ്പോഴാ അവര് വരുന്നത്? അവര് വരില്ല ശാരദാമ്മേ. ഈ ബന്ധം നടക്കാൻ പ്രയാസമാണ്. അയ്യോ, എന്തു പറ്റി? ഏതോ ഒരു സാമദ്രോഹി ആ ചെറുക്കനെ ഫോൺ ചെയ്ത് ശാലിനിയുടെ നാഗർകോവിൽ യാത്രയും ഒരാണിന്റെ കൂടെ ഒരു രാത്രി ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങിയെന്നും പൊലിപ്പിച്ചു പറഞ്ഞിരിക്കണോ? ശാലിനി എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്. സത്യം എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. വല്ലാത്തൊരു ദേഷ്യത്തിൽ ആ ചെറുക്കൻ എന്നോട് സംസാരിച്ചത്. എന്നോട് ഇങ്ങനെ ആരും മുഷിഞ്ഞ് സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ കാരണം തിരുമേനിയുടെ മനസ്സിന് മുറിവേറ്റല്ലേ? തിരുമേനി ഗണിച്ചു പറഞ്ഞ ജാതകത്തിൽ എന്തോ പെശകുണ്ട് തിരുമേനി. വിശേഷ ജാതകമൊന്നും അല്ലത്. കണ്ടകശനിയാവും കൂടെ നടക്കുന്നത്. ജാതകയ്ക്ക് മാത്രമല്ല, കൂടെ നടക്കുന്നവർക്കും ദോഷമേ ഉണ്ടാവൂ. ഏയ്, അങ്ങനെ നിരാശപ്പെടാൻ മാത്രം ഒന്നുമില്ല കുട്ടിയെ. ഒന്നല്ലെങ്കിൽ വേറൊന്ന്. ഏതായാലും ജാതകവശാൽ ഈ സമയത്ത് തന്നെ കുട്ടിയുടെ മംഗല്യം നടക്കും. അതെനിക്ക് നിശ്ചയമാണ്. അന്യന്റെ ചോരയും കണ്ണീരും ആനന്ദമായിട്ടുള്ളവര് പലതും പറഞ്ഞു മുടക്കാൻ ശ്രമിച്ചെന്നിരിക്കും. നാട്ടുകാർക്കിപ്പോ പറഞ്ഞു നടക്കാൻ ഒരു വിഷയം ഇതാണല്ലോ. പുതിയത് കിട്ടുമ്പോ അവരിത് മറക്കും, അത്ര തന്നെ. ഏതിനും അതുവരെ കുട്ടിക്ക് പുറത്തുനിന്നുള്ള ഒരു ആലോചനയും വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം.
എല്ലാം അറിയുന്ന ഒരാൾ വന്നാൽ അതുതന്നെയാവും ഏറ്റവും ഉചിതം. പരിചയമുള്ള ആളാവുമ്പോ കാര്യങ്ങൾ മനസ്സിലാവും എന്നർത്ഥം. അമ്മേ, എന്താ അമ്മ എന്താ ഇവിടെ വന്നിങ്ങനെ മാറിയിരിക്കുന്നേ? ഞാൻ പിന്നെ എന്താ തലയും കുത്തി നിക്കണോ? ദേഷ്യപ്പെടാനല്ല, വിവരമില്ലാതെ വാശി പിടിച്ചിട്ടാ അവളെ കുരുക്കൊപ്പിച്ച് വെച്ചിരിക്കുന്നേ. അമ്മ പോയി അവളോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് അപ്പൊ തന്നെ അവൾ അവളുടെ തീരുമാനം മാറ്റോ? മാറ്റിക്കണം അമ്മേ. തല പോയാലും നമ്മൾ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ല. എന്നാ പിന്നെ നീ പോയാ വെട്ടുകത്തി ഇങ്ങെടുത്തോണ്ട് വാ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടി മാറ്റി ഇവിടെ അങ്ങ് ചത്ത് കിടക്കാം. അമ്മേ മതി. ഒന്നാമത് ചങ്കിനകത്തൊരു ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞോണ്ട് വരരുത് നീ. ഇങ്ങനെ ഒരു ജന്മം എന്റെ തന്നെ വയറ്റിൽ ഊറിയല്ലോ ഈശ്വരാന്ന് ഞാനിപ്പോ പരിതപിക്കുന്നേ. എനിക്ക് വയ്യ ഇനി ഇതൊന്നും താങ്ങാൻ. ഇന്ന് ഇരുട്ടി വെളുക്കും മുമ്പേ ഞാൻ എന്റെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. അവൾ ഓരോ തോന്നിയാസങ്ങൾ കാണിക്കുമ്പോ വളർത്തു ദോഷമെന്ന് നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ ഇനി എനിക്ക് വയ്യ. എനിക്കിനി ഈ ലോകത്ത് ജീവിക്കണ്ട എനിക്ക്. ശാരദാമ്മേ, 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 ആരും ഇല്ല ഇവിടെ? ശാലിനി, എവിടെ പോയി എല്ലാരും? എല്ലാരും കൂടി ഇത് എവിടെ പോയി ഒളിച്ചിരിക്കായിരുന്നു? കള്ളം കയറി വല്ലോ മോഷ്ടിച്ചുകൊണ്ടുപോയാൽ പോലും നിങ്ങൾ ആരും അറിയില്ലല്ലോ. കള്ളം കേറി മോഷ്ടിക്കുകയല്ല, വല്ല കൊലപാതകയും കേറി ഞങ്ങളെങ്ങ് കൊല്ലണേന്ന് ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നേ. ശാരദാമ്മ എന്തായി പറയുന്നത്? നിങ്ങളുടെ ആരുടെയും മുഖത്തൊരു തെളിച്ചില്ലല്ലോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായി ഭയങ്കര ഓട്ടത്തിലായിരുന്നു. പല കേസുകളുടെ കാര്യങ്ങളുടെ ഓട്ടം. ഇപ്പതാ നാമക്കല്ലിന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് പോകും. വന്നപ്പോതാ എല്ലാവരുടെ മുഖത്ത് കാർമേഘവാ. എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? എന്താ ഇവിടെ പ്രശ്നം? ഒരു കല്യാണമോ മോനെ പ്രശ്നം? അത് ഓർമ്മയുണ്ട്. ശാരികയുടെ വിവാഹ നിശ്ചയത്തിന്റെ തലേന്നാണല്ലോ ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇതെങ്കിൽ ഇതെന്ന മട്ടിൽ ഒറ്റക്കാലിൽ നിൽക്കുക അവളിപ്പോ. എന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് ശാലിനി അവളുടെ ജീവിതം ബലി കൊടുക്കേണ്ട ആവശ്യമില്ല. സമ്മതിക്കില്ല ഞാനത് നടക്കാൻ. ഈ ലോകത്ത് കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങൾ ജീവിക്കുന്നില്ലേ? അതുപോലെ ഒരു പരാതിയില്ലാതെ ഞാൻ ഇവിടെ ജീവിച്ചോളാം. അതാണ് ഇനി എന്റെ തീരുമാനം. അർജുനേട്ടൻ എങ്ങനെയെങ്കിലും കുഞ്ഞേച്ചി ഇതിന്ന് പിന്മാറ്റണം. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. അതെ, മോൻ പറഞ്ഞ അവള് കേൾക്കും. മോൻ പറഞ്ഞ മാത്രമേ അവൾ അനുസരിക്കൂ. കറക്റ്റ്. അർജുൻ ശങ്കർ പറഞ്ഞ ശാലിനി കേൾക്കും. പക്ഷേ അർജുനേട്ടൻ അങ്ങനെ പറയരുതെന്ന എന്റെ അഭ്യർത്ഥന. ശാലിനി, ഇത് വഴിവാണിഭ കടയിൽ നിന്ന് മുത്തുമാല വാങ്ങുന്നതും കമ്മലും ജിമിക്കയും തിരഞ്ഞെടുക്കുന്നത് പോലല്ല. ഭർത്താവായി കൂടെ ജീവിക്കുന്ന ആളുടെ കാര്യമാണ്. ജീവിതാവസാനം വരെ ഒപ്പം ഉണ്ടാവേണ്ട ആളുടെ കാര്യം. വഴിതെറ്റിപ്പോകുന്നവരെ ചിലപ്പോൾ നമുക്ക് നേരെ നടത്താനാവും. എന്നാൽ നശിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് നടക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലൊരു ജന്മ ആ ബാലചന്ദ്രന്റേത്. അവനെ തന്നെ വേണോ നിനക്ക് നിന്റെ ഭർത്താവായിട്ട്? എനിക്ക് മുന്നിൽ ഇപ്പൊ വേറൊന്നുമില്ല അർജുനേട്ടാ. ശാരികേച്ചിയുടെ വിവാഹം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങള് പിന്നീട് മാത്ര. ബാലചന്ദ്രനും ശാലിനിയുമായുള്ള വിവാഹത്തിന് അർജുൻ ശങ്കറിന്റെ സഹായമോ സഹകരണമോ സാന്നിധ്യമോ ഉണ്ടാവില്ല. അതാണ് എന്റെ തീരുമാനം. അർജുനേട്ടന്റെ ഇഷ്ടം. എനിക്കൊന്നും പറയാനില്ല.